ബിഗ് ബോസ് വീട്ടിലെ ശക്തരായ രണ്ട് മത്സരാർത്ഥികളായ ജാസ്മിനും ഗബ്രിയും തമ്മിൽ കാട്ടിക്കൂട്ടുന്നതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഉയർന്നു വരുന്നത്. സൗഹൃദമാണെന്ന് പറഞ്ഞ് വീടിനകത്ത് ഒരുമിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ വീട്ടിലുള്ളവരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന പ്രശ്നങ്ങളും ഇരുവർക്കും ഒരുമിച്ച് കിടക്കാൻ പറ്റിയില്ല എന്നുള്ള പേരിലായിരുന്നു. ജാസ്മിനും ഗബ്രിക്കും അടുത്തടുത്ത് കിടക്കാൻ വേണ്ടി ഉറങ്ങിക്കിടന്ന ശ്രീരേഖയോട് മാറിക്കിടക്കാൻ ചോദിച്ചതടക്കം വീടിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നാൽ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ പ്രവർത്തികൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബിഗ് ബോസിനകത്ത് ബാത്റൂമിനകത്തും ഡ്രസ്സിംഗ് റൂമിനകത്തും മാത്രമാണ് ക്യാമറകൾ ഇല്ലാത്തത്. അവിടെ കയറിയും ജാസ്മിനും ഗബ്രിയും കാണിച്ചു കൂട്ടിയതിനെതിരെയാണ് ഇപ്പോൾ വിമർശനമുയരുന്നത്. വസ്ത്രം മാറുന്നതിന് വേണ്ടിയല്ലാതെ ജാസ്മിൻ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി അവിടെ ഒളിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്ന് ഗബ്രി വാതിലിൽ ഇരിക്കുകയും ചെയ്തു. രണ്ടുപേരും എന്തോ രഹസ്യ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണെന്ന കാര്യവും വ്യക്തമാണ്. മാത്രമല്ല, മൈക്ക് ഉരിവെച്ച് ഡ്രസ്സിംഗ് റൂമിനകത്തു നിന്നും സംസാരിച്ചതിനെതിരെ ബിഗ് ബോസും പറയുന്നുണ്ട്. എല്ലാവരോടും എന്ന നിലയിലാണ് ബിഗ് ബോസിന്റെ വാണിംഗ് വന്നതെങ്കിലും ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ബാത്റൂമിനടുത്തുള്ള ഡ്രസ്സിംഗ് റൂമിന്റെ അകത്ത് ജാസ്മിനും പുറത്ത് ഗബ്രിയുമാണ് ഉണ്ടായിരുന്നത്. ഡ്രസ് ചേഞ്ചിങ് റൂമിന്റെ വാതിലിനോടടുത്ത് ഒരു ഇരിപ്പിടത്തിലിരുന്ന് ഉള്ളിലുള്ള ജാസ്മിനോട് വർത്താനം പറയുകയായിരുന്നു ഗബ്രി. ഇതിനിടയിൽ വീട്ടിലെ മറ്റു മത്സരാർത്ഥികളും അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരാൾ കൊതുക് കടി കൊള്ളാൻ നിലത്തിരിക്കുകയാണെന്ന് ഉള്ളിലുള്ള ജാസ്മിനെ ഉദ്ദേശിച്ച് ഗബ്രി പറയുന്നുമുണ്ട്. അതേസമയം താൻ തന്റെ പേഴ്സണൽ സ്പേസ് എടുക്കുവാൻ വേണ്ടി അതിനകത്തിരുന്നതാണെന്നാണ് ജാസ്മിൻ ഡ്രസ് ചേഞ്ചിങ് റൂമിലിരുന്ന് പറയുന്നത്. പിന്നാലെയാണ് ബിഗ് ബോസ് വാർണിംഗ് അനൗൺസ്മെന്റ് നടത്തിയത്. ഇതോടെ അവിടെ നിന്നും പോയ മറ്റു മത്സരാർത്ഥികൾ ഇത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളാണ് അകത്തുണ്ടായിരുന്നതെന്ന് ജാസ്മിനെ ചൂണ്ടിക്കൊണ്ട് ഗബ്രിയും പറയുന്നുണ്ട്. ജാസ്മിൻ അത് സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം എല്ലാവരോടും എന്ന് ബിഗ് ബോസ് പറഞ്ഞെങ്കിലും ആ സന്ദർഭത്തിൽ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ഉണ്ടായിരുന്നത് ഗബ്രിയും ജാസ്മിനും ആയതുകൊണ്ട് തന്നെ അവരെ ഉദ്ദേശിച്ചാണ് ഈ താക്കീതെന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ചർച്ചാ ഗ്രൂപ്പുകളിൽ ഉയരുന്ന വിമർശനങ്ങൾ. ഇത്തരത്തിൽ താരങ്ങളുടെ പ്രകടനത്തെ പറ്റി വ്യാപക വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത്. അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഹണിമൂണിന് പോയ കമിതാക്കളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കിയതാണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ ലൈവിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചിലർ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നവരോട് അതെ, ഇതാണ് അവരുടെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യമേ പറയാനുള്ളൂ, ബാപ്പയുടെ അടുത്ത കോൾ വരാനുള്ള സമയമായി. നല്ലവരായ കാണികളെ ഇനിയൊരു കോൾ വന്നാലും ഇവരുടെ സ്വകാര്യത മാനിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതല്ല. മുല്ലപ്പൂവിന്റെ ഫേമസ് കരച്ചിലും ഡയലോഗും ഓർമ്മയിൽ വരുന്നു. ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറഞ്ഞാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ പങ്കുവച്ച കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഇവരുടെ കോംബോയെ പറ്റിയുള്ള മറ്റൊരു കുറിപ്പും ശ്രദ്ധേയമാകുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇത്രയുമൊക്കെ ഹെയ്റ്റ് കിട്ടിയിട്ടും ബാപ്പ വഴി പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും അവർ ഈ കോംബോ തുടരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവരെക്കാൾ ഫേക്കായ ആരും ഈ ലോകത്തില്ല. കക്കാനും നിൽക്കാനും അറിയുന്നവരാണ്, അല്ലെങ്കിൽ ഇവരോളം ശുദ്ധ മനസ്സുള്ള ആളുകളില്ല. ഇതിൽ രണ്ടാമത്തേതാണ് ശരിയെങ്കിൽ ദേ ഡിസർവ് ആൻ അപ്പോളജി. മറിച്ച് ഇതെല്ലാം ഇപ്പോഴും ഫേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ തൊലിക്കെട്ടി സമ്മതിക്കണം. കാണ്ടാമൃഗം തോറ്റുപോകുമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.